ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഗൾഫ് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണല്ലോ. ഇറാൻ ഇസ്രായേൽ യുദ്ധം. ഇതിന് മുൻപേയും ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും റഷ്യ യുക്രൈൻ യുദ്ധവും ഒക്കെ കൊടുമ്പിരി കൊള്ളുമ്പോൾ കൂടുതൽ വില ഒരു വിധത്തിൽ പിടിച്ചു നിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഈ നിലക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിലക്കയറ്റം തന്നെയാണ് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രധാന ഘടകം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പൂർണ്ണമായും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് നമ്മൾ അത് ശുദ്ധീകരിച്ച് തരംതിരിക്കുന്ന ഒരു രാജ്യമാണല്ലോ. നമ്മളെ സംബന്ധിച്ച് ഗൾഫിലുള്ള എല്ലാ ചലനങ്ങളും നമ്മുടെ വിലക്കയറ്റത്തെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും യുദ്ധം തുടങ്ങി ഏകദേശം 3 ദിവസം പിന്നിടുകയാണ്. യുദ്ധം തുടങ്ങി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഇരു രാഷ്ട്രങ്ങളും നടത്തിയിട്ടില്ല എങ്കിലും യുദ്ധത്തിലാണ് എന്നാണ് ഇരു രാഷ്ട്രങ്ങളും പ്രഖ്യാപിക്കുന്നതും. അതുമായി ബന്ധപ്പെട്ട് വ്യോമഗതാഗതവും ഷിപ്പ് ഗതാഗതവും ഒക്കെ വഴിതിരിച്ചുവിടുന്ന സംഭവങ്ങളൊക്കെ തുടർന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലക്കയറ്റം എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു പൂർണ്ണതോതിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഇറാനിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കൂടുതൽ വാങ്ങുന്നില്ല എങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാന രാജ്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല കൂടുതലിന്റെ വേൾഡ് മാർക്കറ്റിൽ ഇത് വില ദിവസം ചെല്ലും തോറും വർധന രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർധന തന്നെയാണ് നമ്മുടെ വിലക്കയറ്റത്തിന്റെ പ്രധാന ഘടകമായി മാറുന്നത്. കൂടുതൽ വില വേൾഡ് മാർക്കറ്റിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തും പെട്രോൾ വില വർധനയ്ക്ക്, ഡീസൽ വില വർധനയ്ക്ക് ഇടയാക്കുകയാണ്. ഈ ഡീസൽ വില വർധന നമ്മുടെ നാട്ടിലും പ്രതിഫലിക്കുമ്പോൾ നമ്മുടെ ചരക്ക് ഗതാഗതം ചിലവേറിയതായി മാറും. ലോറിയുടെ വാടക, മറ്റുള്ള ട്രക്ക്, റെയിലെല്ലാം നമ്മൾ ചിലവേറിയതായി മാറുന്ന ഈ അവസരത്തിൽ നമ്മുടെ നാട്ടിലും വിലക്കയറ്റം നമുക്കും നേരിട്ട് അനുഭവപ്പെടാൻ പോവുകയാണ്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ഇപ്പോൾ യുദ്ധം തുടങ്ങി 4 ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം, മറ്റുള്ള യുദ്ധം ഇത്ര അധികം ബാധിച്ചിരുന്നില്ല എങ്കിലും ഇസ്രായേൽ ഇറാൻ യുദ്ധം തീർച്ചയായും വേൾഡ് ക്രൂഡ് ഓയിൽ മാർക്കറ്റിനെ കാര്യമായി ബാധിച്ചിരിക്കുന്നു എന്നാണ് വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഏകദേശം $80 ലഭിക്കുന്ന സാധനം ഇനി $120 മുകളിലേക്ക് ഉയരുവാനും സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ആ രംഗത്തെ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിലക്കയറ്റം നേരിട്ട് നമ്മളെ ബാധിക്കാൻ പോകുകയാണ്. $80 ഏകദേശം ശരാശരി $80 നിൽക്കുന്ന ക്രൂഡ് വില ഇനി 120ലേക്കും 150ലേക്കും ഒക്കെ എത്തുമ്പോൾ തീർച്ചയായും വിലക്കയറ്റം നമ്മുടെ നാട്ടിലും എല്ലാ ഭാഗങ്ങളിലും അത് വളരെ പ്രതികൂലമായി ബാധിക്കുവാൻ പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ കൂടുതൽ വില പിടിച്ചു നിർത്തപ്പെടും എന്ന് തന്നെ മനസ്സിലാക്കാം. എന്നാൽ യുദ്ധം ഈ നിരക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ വില ഇനിയും കുതിച്ചു വരുമ്പോൾ തീർച്ചയായും നമ്മൾക്കും അത് നേരിട്ട് ബാധിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ഏകദേശം $80 നിൽക്കുന്ന കൂടുതൽ ഇനി അത് 120ലേക്ക് എത്തുമ്പോൾ 120ന് മുകളിലേക്കും പോകും എന്നൊക്കെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മളെയും ഈ വിലക്കയറ്റം ബാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് യുദ്ധം, പശ്ചിമേഷ്യ, ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒക്കെ പെട്ടെന്ന് അവസാനിക്കേണ്ടത് നമുക്കും അത്യാവശ്യമാണ്. കാരണം നമുക്ക് വിലക്കയറ്റം ഇനി ഇപ്പോൾ തന്നെ നമ്മുടെ നാട് വിലക്കയറ്റത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഇനി കൂടുതൽ വില കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും വിലക്കയറ്റം ഇതിന്റെ ഇരട്ടിയിലെത്തും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം വിലക്കയറ്റത്തിന് പ്രധാന ഘടകമായി മാറും എന്നതിലും തർക്കമില്ല. അങ്ങനെയൊക്കെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഏകദേശം $80 നിൽക്കുന്ന, ഇപ്പോൾ ശരാശരി $80 നിൽക്കുന്ന ക്രൂഡ് ഇനി 120ലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ഒരു അതിശക്തമായ വിലക്കയറ്റം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്.
അപ്പോൾ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിച്ച് വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ നമ്മുടെ ഈ ലോക സമൂഹത്തിന്, ലോകരാഷ്ട്രങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ നിർത്തുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വിഷയം ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.